അടിപൊളി ഒരു മുട്ടക്കറിയായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്ന കൂട്ടുകാരെ. ഏതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ കോമ്പിനേഷൻ ആയിട്ടുള്ള അടിപൊളി മുട്ടക്കറി. കുറച്ച് ഗ്രേവി കോരി മേളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത കിടുക്കാച്ചി ഐറ്റമാണ് കൂട്ടുകാരെ. ഹായ് മുത്തുമണികളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി രീതിയിലായിട്ടൊരു മുട്ടക്കറിയാണ് തയ്യാറാക്കുന്നത്. അത് വ്യത്യസ്തമായ രീതി, കാര്യം നമ്മൾ വ്യത്യസ്തമാണെങ്കിലും ടേസ്റ്റ് ഇറങ്ങും ഒരു കുറവില്ലാത്ത കിടുക്കാച്ചിയായിട്ടൊരു മുട്ടക്കറിയാണ്. അതിന് നമ്മൾ സവാള, മുട്ട, രണ്ടു ഐറ്റംസ് ഒക്കെ മതി ഇന്നത്തെ നമുക്ക്. അതുകൊണ്ട് കിടിലമായിട്ടൊരു മുട്ടക്കറി നമുക്ക് തയ്യാറാക്കാം. അപ്പൊ അതെങ്ങനെ തയ്യാറാക്കാം നമുക്ക് വീട്ടിലോട്ട് പോയാലോ. അപ്പൊ ആ സവാള ഒന്ന് തൊലിച്ചെടുക്കുക. അടുത്ത് നമ്മൾ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്. അതിന്റെ ഈ ഫ്രണ്ട് നമുക്ക് കട്ട് ചെയ്തളെ, ബാക്കും ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ. എന്നിട്ട് നമുക്ക് ഒരു വര, 3 വര ഞാൻ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് നമുക്ക് അതേപോലെ തന്നെ സവാളക്കകത്ത് നമുക്ക് ഇങ്ങനെ ഒരു വര ഇട്ടിടും. ഓക്കെ, ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇഡലി കൂട്ടിന് തട്ട അടുപ്പി വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു. ഇതിനകത്തോട്ട് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച സവാള, 3 സവാള, 2 തക്കാളി, പിന്നെ ഇതിനകത്തോട്ടിട്ടെന്ന് പറഞ്ഞ ഒരു 4 വറ്റൽമുളകാണ്. ഇതിട്ട് കൊടുത്തിട്ട് നമുക്ക് തട്ട് വെക്കാം. അപ്പൊ തട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. ആ വെളിച്ചെണ്ണ കൊണ്ട് നമുക്ക് എല്ലാത്തിലും ഒന്ന് പുരട്ടി കൊടുക്കുക. ഇനി നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. പതുക്കെ വേണം നമുക്കത് ചെയ്യാൻ, കണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു തട്ടിനകത്ത് എഗ്ഗ് നമ്മൾ എല്ലോ മാത്രമേ വെക്കുന്നുള്ളൂ. കുറച്ച് കുരുമുളക് പൊടി എല്ലാത്തിനും ഇട്ടു. അതിൻ്റെ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ്.
ഇപ്പം തീ കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ആവിയേറ്റ്. അപ്പൊ ഏകദേശം ഒരു 10 മിനിറ്റ് ആണ്, നമുക്ക് തുറന്നു നോക്കാം. ഇപ്പം ഏകദേശം നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റാം, തണുക്കാൻ വെക്കാം. നമ്മളിപ്പോൾ ആ ആവിയിൽ വേവിച്ചെടുത്ത സവാളയാണ് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ചൂടുണ്ട്, തണുക്കണം. ഇല്ല വേണ്ട. അത് നമ്മൾ തക്കാളി അതിൻ്റെ തൊലി ഒന്ന് ഇളക്കി കളഞ്ഞിട്ട് നമുക്കിടാം. ഇല്ല വെന്ത് അവിടെ വെന്ത് ഉടഞ്ഞിട്ടുണ്ടെന്നല്ല, അടിപൊളിയായിട്ട് തക്കാളി ഇനിയുണ്ട്. നമ്മൾ പച്ചമുളകിൻ്റെ തണ്ട് നമുക്ക് കട്ട് ചെയ്തിട്ട്, എരിവിനനുസരിച്ചുള്ള പച്ചമുളക് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇപ്പോൾ 4 എണ്ണം എടുത്തിട്ടുള്ളൂ. പച്ചമുളകല്ല, വറ്റൽമുളകായിരുന്നു. ഇത് നമ്മൾ ആ വേവിച്ച വെള്ളമാണ്, അതിൻ്റെ സത്തൊക്കെ ഇറങ്ങിയാണ്, അതാണ് ഇച്ചിരി ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ഗരം മസാല എല്ലാം കൂടെ ചേർത്ത് പൊടിച്ചതാണ്. അതിങ്ങോട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും ഐറ്റംസ് മതി. ഇനി നമുക്കതൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വന്ന് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചു. കുറച്ച് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് മാത്രം ചേർക്കും. ഇനി നമുക്ക് പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള മുട്ട ഇട്ട് കൊടുക്കുക. നമുക്ക് കുറച്ച് ഗ്രേവി ഇതിന് മേളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളെ മുട്ടക്കറി അടിപൊളിയായിട്ടുണ്ട്. അപ്പം അടിപൊളി ഒരു മുട്ടക്കറിയായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്ന കൂട്ടുകാരെ. ഏതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ കോമ്പിനേഷൻ ആയിട്ടുള്ള അടിപൊളി മുട്ടക്കറി. കുറച്ച് ഗ്രേവി കോരി മേളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത കിടുക്കാച്ചി ഐറ്റമാണ് കൂട്ടുകാരെ.